ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കപ്പ മരച്ചീനി എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ പൂള എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കപ്പ വെച്ചിട്ടുള്ളൊരു സൂപ്പർ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നൈസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവാണ് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതെല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കൂടി ചെയ്യും. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ? ഇപ്പം ബാക്കി എല്ലാ കപ്പയും ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്നും കൂടെ കനം കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം വളരെ കനം കുറച്ച് ഇതുപോലെ നേരത്തെ ഇതാക്കിയിട്ട് കണ്ടില്ലേ, ഞാൻ എത്രത്തോളം കുറച്ചാണ് കട്ട് ചെയ്യുന്നത്, ആ ഒരു രീതിക്ക് നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ കട്ട് ചെയ്തു. കണ്ടോ, ഈ ഒരു പാകത്തിനാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇത് ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം എന്തായാലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക്, അതും ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ പാത്രം തട്ടി ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ മിക്സ് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. ഇങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തും മസാലകൾക്കും നന്നായിട്ട് എത്തും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കണം. അപ്പം ആദ്യം ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പോരായ്ക തോന്നുകയാണ് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നമ്മളൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കൈ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പതുക്കെ മിക്സ് ചെയ്യുക, കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് മാക്സിമം ഉടയാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പം വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഡയറക്റ്റായിട്ട് ചേർക്കാതെ നമ്മളിതുപോലെ കയ്യിൽ ഒഴിച്ചിട്ട് ഒന്ന് കുടഞ്ഞ് ആ രീതിക്ക് ഒന്ന് ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴയ്ക്കുമ്പം ഇതൊന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കണേ. മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തു. എനിക്കിതിപ്പോൾ കുറച്ച് പോരായികയുണ്ട് കടലമാവ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണും കൂടി വീണ്ടും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ചേർത്തു. അങ്ങനെ ആദ്യം ഒരു 4 ടേബിൾ സ്പൂണും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണും, അങ്ങനെ 7 ടേബിൾ സ്പൂണും ഞാൻ ചേർത്തു ഇപ്പോൾ കടലമാവ്. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നമുക്ക് പിടിയാക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള രീതിയിൽ നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ചെറിയ ചെറിയ പിടികളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും കളറൊക്കെ മാറി നല്ലൊരു കളറായി വരുമ്പോൾ, ഇത് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.